നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തുയർത്തേണ്ട രാഷ്ട്രീയത്തിന് പകരം കോൺഗ്രസ് മത്സരത്തിന് ദിശയാക്കുന്നത് എന്തൊക്കെ? മുന്നണിയിലെ പ്രശ്നം പരിഹരിച്ച ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടോ? മക്കൾ രാഷ്ട്രീയവും ഗ്രൂപ്പ് പോരും കോൺഗ്രസിനെ വളർത്തുമോ തളർത്തുമോ? മാണിയെയും ഏണിയെയും എങ്ങനെ പരിഹരിക്കും? അതായത് ഇത്യാദി ചോദ്യങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അങ്കത്തട്ട് മുറുകുമ്പോൾ കച്ചമുറുക്കിയെത്തുന്ന UDF-ലെ പ്രശ്നങ്ങൾ, ഒപ്പം കേന്ദ്രത്തിലെ കോൺഗ്രസിനെയും വേട്ടയാടുന്നത്. തീർച്ചയായും അതുതന്നെ നമുക്കിന്ന് പരിശോധിക്കാം. ശ്രീ ആന്റണി രാജു, PS സലിം, അരുൺ രാജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ അജിത് ലോറൻസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ, തെരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ കച്ചകെട്ടുന്ന കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? മക്കൾ രാഷ്ട്രീയം കോൺഗ്രസിനെ തുണയ്ക്കുമോ? ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രേതത്തിലേക്ക് വീണ്ടും കേരളത്തിലെ കോൺഗ്രസ് വഴുതി വീഴുകയാണോ? ഇത്യാദി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുന്നത്. ശ്രീ ആന്റണി രാജു, PS സലിം, അരുൺ രാജ്, മാധ്യമപ്രവർത്തകൻ അജിത് ലോറൻസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുക. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരിച്ചു. AICC-യിൽ പ്രിയങ്കയെ ഉപയോഗിച്ച് രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നു. ഇപ്പുറത്ത് കേരളത്തിൽ മക്കൾ രാഷ്ട്രീയവും ഗ്രൂപ്പ് രാഷ്ട്രീയവും സജീവമാകുന്ന ഘട്ടം. ഇവിടെ രാജ്യത്തുയർത്തേണ്ട രാഷ്ട്രീയത്തിന് പകരം കോൺഗ്രസിന് മത്സരത്തിന് ദിശയാക്കുന്നത് എന്തൊക്കെ? മുന്നണിയിലെ പ്രശ്നം പരിഹരിച്ച ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടോ? മക്കൾ രാഷ്ട്രീയവും ഗ്രൂപ്പ് പോരും കോൺഗ്രസിനെ വളർത്തുമോ തളർത്തുമോ? മാണിയെയും ഏണിയെയും എങ്ങനെ പരിഹരിക്കും? ഇത്യാദി ചോദ്യങ്ങൾ ഉന്നയിച്ച് ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങുകയാണ്. ആദ്യം കോൺഗ്രസ് നേതാവ് PS സലിമിലേക്ക്. ശ്രീ PS സലിം, നമുക്ക് ദില്ലിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ അവതരണം ഒരുപക്ഷെ വളരെ നാടകീയമായി അല്ലെങ്കിൽ വളരെ ഗംഭീരമായി കോൺഗ്രസിന് നടത്താനായി UP ചുമതലയൊക്കെ നൽകിയാണ് പ്രിയങ്ക ഗാന്ധിയെ എത്തിക്കുന്നത്. പക്ഷേ പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ വലിയ പരിഹാസവുമായിട്ടാണ് മോഡി എത്തിയത്. മക്കൾ എന്നാൽ മീൻസ് കുടുംബം എന്നാൽ ചിലർക്ക് പാർട്ടിയാണ്, പാർട്ടി എന്നാൽ കുടുംബമാണ് എന്ന്. ശ്രീ PS സലിം. ഹലോ. PS സലിം കേൾക്കാമോ? അല്ല ജിംഷാദ്, ഈ പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ കേൾക്കാം. പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഏറ്റവും ശക്തമായി പരിഹസിച്ച് രംഗത്ത് വന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അപ്പം അജിംഷാദ്, കുടുംബവും പാർട്ടിയും നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ രാജീവ് ഗാന്ധിയുടെ കുടുംബം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി തലമുറകളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബമാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ഇന്ന് തീരുമാനിക്കപ്പെടുന്നതിന് എത്രയോ നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതര ജനാധിപത്യ ശക്തികൾ പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു നെഹ്റു കുടുംബത്തിന്റെ ഒരു അഭിമാനകരമായ പൈതൃകവുമായി ഏറെ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരു നേതാവ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നിരയിലേക്ക് വരണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യയിൽ ഫാസിസത്തിന് അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്ന, കോൺഗ്രസുമായി ആശയപരമായി വിയോജിപ്പുള്ള ഒരു വലിയ വിഭാഗം പ്രസ്ഥാനങ്ങളും ജനങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയ്ക്ക് ഒരു പുതിയ മുഖം നൽകാൻ പ്രിയങ്ക ഗാന്ധിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃനിരയിലേക്കുള്ള വരവിനെ കാണുന്നുണ്ട്. ആകെ നമ്മൾ കണ്ടതല്ലേ, നരേന്ദ്രമോദി ഒഴിച്ച് വേറെ ആരാണ് പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വന്ന് വിമർശിച്ചത്? ഒരു പ്രധാനമന്ത്രിക്ക് ഇനിയുള്ള നാളുകളിൽ നിദ്രാവിഹീനങ്ങളായ രാവുകൾ സമ്മാനിക്കുന്ന ഒരു തീരുമാനമായി രാഹുൽ ഗാന്ധിയുടെ ഈ തീരുമാനം മാറിയിരിക്കുന്നു. ആ തീരുമാനത്തെ കോൺഗ്രസ് മാത്രമല്ല, ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും ഇത് സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയാണ് പലപ്പോഴും ഈ അധികാരത്തിന്റെയും അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഔപചാരികമായി ചുമതലകളിൽ നിന്ന്
പലപ്പോഴും മാറുന്നിരുന്നത്. പക്ഷെ നമുക്കറിയാം അമേഠിയിലും റായ്ബറേലിയിലും ഒക്കെ നിരന്തരമായി പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പൊ UP-യുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടാണ് പ്രിയങ്ക ഗാന്ധി വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്കെല്ലാവർക്കും നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ആവേശകരമായ ഒരു തീരുമാനമായി ഇത് മാറിയിരിക്കുന്നു. അത് മക്കൾ രാഷ്ട്രീയമായോ അതല്ലെങ്കിൽ അത്തരം ഒരു സങ്കുചിതമായ വീക്ഷണത്തോടുകൂടി പ്രിയങ്ക ഗാന്ധിയുടെ ഈ നിയമനത്തെ സമീപിക്കുന്നത് ശരിയല്ല എന്നുകൂടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് റോബർട്ട് വദ്രയുടെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഇത്രയും നാളായി തുടരുന്നത് എന്തുകൊണ്ട് ഒരു കട്ട് ആൻഡ് ഡ്രൈഡായ പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ BJP-ക്കായില്ല? ഇത്യാദി ചോദ്യങ്ങളൊക്കെ കോൺഗ്രസിന് ബദലായി ഉപയോഗിക്കാനാകും. നോക്കൂ, RJD ബീഹാറിൽ കോൺഗ്രസുമായുള്ള സഖ്യം ഏതാണ്ട് നടക്കില്ല എന്ന രീതിയിലേക്കാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം പുരോഗമിക്കുന്നത്. ഇപ്പുറത്ത് UP-യിലാണെങ്കിൽ SP-യും BSP-യും കോൺഗ്രസിനെ ഒഴിവാക്കി കഴിഞ്ഞു. ഇങ്ങനെ ഒരു വലിയ സാഹചര്യം പഴയതുപോലെ ഇന്ദിരാഗാന്ധിയുടെയോ രാജീവ് ഗാന്ധിയുടെയോ കാലത്തുള്ളതുപോലെ ഒരു ഏകകക്ഷി ഭരണത്തിൻ്റെ കീഴിലേക്ക് അല്ലെങ്കിൽ ഒരു ഏകകക്ഷിക്ക് വലിയ സീറ്റുകൾ നൽകുന്ന ഒരു രീതിയിലേക്ക് വരില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷക ലോകം ഇതിനകം തന്നെ വിലയിരുത്തിയത്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മക്കൾ രാഷ്ട്രീയമാണോ പ്രധാനമായും BJP ഉയർത്തുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെയാണോ നാം മുമ്പോട്ട് വെക്കേണ്ടത് തെരഞ്ഞെടുപ്പിൽ? കോൺഗ്രസ് വീണ്ടും പഴയ ശീലത്തിലേക്ക് പോയാൽ അത് പഴയതുപോലെ എറിക്കില്ല, വലിയ പരാജയത്തിലേക്ക് പോകും. അതാണ് കോൺഗ്രസിന്റെ തകർച്ച. രാഹുൽ വന്നതും സോണിയ വന്നതും പുറമെ പ്രിയങ്ക കൂടി എത്തുന്നതോടുകൂടി അത് പൂർണ്ണമാകും എന്നൊക്കെ പരിഹസിക്കുന്നവരുണ്ട്, വിലയിരുത്തുന്നവരുണ്ട്. അവർക്ക് മുമ്പിലേക്ക് കോൺഗ്രസിന് കൃത്യമായ ഒരു രാഷ്ട്രീയ മറുപടി മുമ്പോട്ട് വെക്കാനുണ്ടോ? ശ്രീ സലീം. അല്ല അജിംഷാദ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ സഖ്യ സാധ്യതകൾ എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ മാത്രം ഒരു വിഷയമൊന്നുമല്ല. ഇപ്പൊ ഞങ്ങള് ഈ ദേശീയ തലത്തിൽ BJP-ക്കെതിരായി ഒരു സഖ്യമുണ്ടാക്കാനുള്ള ഒരു സന്നദ്ധ ഞങ്ങൾ അറിയിച്ചെങ്കിലും ഒരു കാര്യം ഓർക്കുക, 2009 ഉത്തർപ്രദേശിൽ 21 ലോക്സഭാ സീറ്റുകൾ ഒറ്റയ്ക്ക് ഇന്ന് ജയിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഒരു തമ്പിങ് മെജോറിറ്റി ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഇവിടെ അഖിലേഷ് യാദവോ അല്ലെങ്കിൽ മായാവതിയോ ഒക്കെ സഖ്യമുണ്ടാക്കിയെങ്കിലും ഞങ്ങൾ അതിന് വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് കാണുന്നത്. അതല്ലെങ്കിൽ ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി ഇതൊക്കെ ഒരു എന്താ പറയുക, ഞങ്ങൾ ഒരു സീരിയസ് ആയിട്ട് കാണുന്നതില്ല. ഞങ്ങളുടെ ഒരു പൊതുവായ ലക്ഷ്യം അത് ഞങ്ങളുടേത് മാത്രമല്ല, അത് നരേന്ദ്രമോദിക്കെതിരായി BJP-ക്കെതിരായി ഫാസിസത്തിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകളുണ്ട്. അപ്പൊ ആ നിലപാടുകളുടെ പേരിൽ എല്ലാവരുമായി സഖ്യമുണ്ടാക്കാം, എല്ലാവരുമായി വിട്ടുവീഴ്ച ചെയ്യണം, അങ്ങനെയുള്ള ഒരു വലിയ നിർബന്ധമൊന്നും കോൺഗ്രസിനില്ല. നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾക്കുണ്ട്. അത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ അത് കൃത്യമായി തെളിയിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ അതിന്റെ പേരിൽ UP-യിലോ ബീഹാറിലോ സഖ്യമുണ്ടായില്ല എന്ന് പറയുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ കോൺഗ്രസിന് അർഹതയുള്ള സീറ്റുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടൊന്നും ഈ ഒരു സഖ്യ സാധ്യതകൾ എന്നേക്കുമായി അവസാനിച്ചു എന്നുള്ള അങ്ങനെ ഒരു വിലയിരുത്തൽ ഞങ്ങൾക്കില്ല. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് UP-യും ബീഹാറും മാത്രമല്ല ഇന്ത്യ. ഇവിടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിച്ച് ഞങ്ങൾ BJP-യെ പരാജയപ്പെടുത്തിയത്. നമുക്കറിയാം UP-യിലെ രാഷ്ട്രീയം കുറെ കൂടി വ്യത്യസ്തമാണ്. കാരണം കുറെ കൂടി ജാതി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എല്ലാ കാലങ്ങളിലും അത് വളരെ അതീവ സങ്കീർണമാണ്. 84 ലോക്സഭാ സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവിടെ പലപ്പോഴും ഞങ്ങൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ പ്രാദേശിക കക്ഷികളുടെ ഒരു സ്വാധീനത്തെ പൂർണ്ണമായി അവഗണിച്ചൊന്നും ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല. പക്ഷെ ഞാൻ സൂചിപ്പിച്ചല്ലോ, 2009 അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ച് 21 പേരെ ജയിപ്പിക്കാനും അന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തില് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും ഒക്കെ UP-യിലെ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികൾ ഉണ്ടായിരുന്നു. ശ്രീ ആന്റണി രാജു, നമുക്ക് ദേശീയ പ്രശ്നത്തിൽ നിന്നും കേരളത്തിലേക്ക് എത്താം. UDF-ന്റെ ഇപ്പോഴത്തെ ഉയരുന്ന പ്രശ്നങ്ങൾ നിരീക്ഷകർ മുമ്പോട്ട് വെക്കുന്ന പ്രശ്നങ്ങളിലേക്ക് എത്താം. അതൊരു പക്ഷേ PS സലീമിനോട് ചോദിക്കുന്ന ഔചിത്യമല്ല. കാരണം
എന്ന അർത്ഥത്തിൽ ഞാൻ താങ്കളോട് ചോദിക്കുന്നു. അതായത് താങ്കളുടെ പഴയ നേതാവ് ശ്രീ PJ ജോസഫ് ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടി ഇടുക്കി സീറ്റ് ആവശ്യപ്പെടും എന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഇടുക്കി സീറ്റിലേക്ക് പരിഗണിക്കുന്നു എന്ന ഒരു ഘട്ടത്തിലാണ് PJ ജോസഫ് ഇടുക്കി സീറ്റ് കൂടി ആവശ്യപ്പെട്ടത്. തൊടുപുഴയുടെയും അത്തരത്തിൽ മറ്റ് ചില മക്കൾ പാക്കേജുകൾ പറയുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു രാഷ്ട്രീയം ചർച്ചയായി വരികയാണ്. അവിടെ PJ ജോസഫിനെ ഈ അർത്ഥത്തിൽ പറയിപ്പിച്ചത് കോൺഗ്രസിലെ തന്നെ ഒരു മുതിർന്ന നേതാവാണ്. അത് ഉമ്മൻചാണ്ടിയുടെ സാധ്യത വെട്ടാനാണ് ഈ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതായത് വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രേതം കൃത്യമായി കോൺഗ്രസിനെ മതിക്കുകയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സലീം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയാതെ പോയാല് അതൊരു ചർച്ചയ്ക്ക് ഒരു തടസ്സമായിരിക്കും. അദ്ദേഹം പറഞ്ഞ ദേശീയ തലത്തിൽ ഇപ്പോ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നവരുടെ എല്ലാം ശരിയാകാൻ പോകുന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, അഖിലേന്ത്യാ തലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ദുർഭരണം അവസാനിപ്പിക്കുവാൻ ഇന്ത്യയിലെ ആ സമാന ചിന്താഗതിക്കാരായ എല്ലാവരുടെയും ശക്തി സമാഹരിച്ച് ഒരേ മനസ്സോടെ പോരേണ്ട ഒരു സമയമാണിത്. അതിൽ കോൺഗ്രസിന് നിർണായകമായ പങ്കുവഹിക്കാനുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ സന്ദർഭത്തിൽ BJPക്ക് ആയുധം കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ചെയ്തു കൂട്ടുന്ന നാടകങ്ങള് ആ പാർട്ടിയെ എവിടെ കൊണ്ടെത്തിക്കുമെന്നാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഇപ്പോ അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിന്റെ അഭിമാന പൈതൃകത്തെയാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോ രാഹുൽ ഗാന്ധി നെഹ്റുവിന്റെ അപമാന പൈതൃകമായി മാറിക്കഴിഞ്ഞോ? രാഹുൽ ഗാന്ധി ഒരു തികഞ്ഞ പരാജയമാണെന്നുള്ള കുറ്റസമ്മതമല്ലേ ഇന്ന് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ വെച്ച് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് എന്ത് സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കുടുംബവാഴ്ചയുടെ ചക്രവർത്തി വാഴ്ചയുടെ ഒരു പാർട്ടിയൊക്കെ തന്നെയാണ്. പക്ഷെ ഒരു എല്ലാ പരിധികളിൽ ലംഘിച്ചുകൊണ്ട് സോണിയാഗാന്ധി ആയിരുന്നു, നമുക്ക് സമ്മതിക്കാം. സോണിയാഗാന്ധി ഇപ്പോ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPയുടെ ചെയർപേഴ്സൺ, മകൻ രാഹുൽ ഗാന്ധി ഇപ്പോ കോൺഗ്രസിന്റെ പ്രസിഡന്റ്, സഹോദരി അതിന്റെ പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറി. എന്ത് സന്ദേശമാണ് നിങ്ങളുടെ പാർട്ടി ഇന്ത്യക്ക് നൽകുന്നത്? ഇത് രാഹുൽ ഗാന്ധി തികഞ്ഞ പരാജയമാണ് നിങ്ങൾക്ക് കുറ്റസമ്മതം നടത്തുകയാണോ ഇന്ത്യയിലെ ജനങ്ങളോട്, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോട്? അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ AICC ജനറൽ സെക്രട്ടറിയായ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയെ നിയമിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ ഇട്ടുകൊടുത്തിരിക്കുന്നത്. അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നുള്ളത് വരുന്ന ആൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരുന്ന പ്രസ്താവനകൾ അങ്ങയുടെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയുമോ? പ്രസ്താവന ശ്രീ ശശി തരൂർ തന്നെ MP, അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന എന്താ? ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം പരസ്യമായ പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞ എന്താ? കോൺഗ്രസിന് 100-ൽ താഴെ സീറ്റ് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടൂ. അതേസമയം BJPക്ക് 160-ന് മുകളിൽ സീറ്റ് കിട്ടുമെന്ന് പറയുന്നത് ആരാ? കോൺഗ്രസിന്റെ ഒരു MP ആയ, വീണ്ടും മത്സരിക്കുമെന്ന് എല്ലാവരും കോൺഗ്രസുകാർ പറയുന്ന ശശി തരൂർ MP പരസ്യമായി ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതല്ലേ. ഇന്ന് അത് പറഞ്ഞ ശ്രീ K സുധാകരൻ, കോൺഗ്രസിന്റെ നോൺ വർക്കിംഗ് പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് ആണല്ലോ ഇദ്ദേഹം. വർക്കിംഗ് പ്രസിഡന്റായ ശ്രീ K സുധാകരൻ നടത്തിയ പ്രസ്ഥാനം എന്താ? പിണറായി വിജയൻ ആണുങ്ങളെ പോലെ ഭരിക്കുമെന്നാണ് ഞങ്ങളൊക്കെ കരുതിയത്. പക്ഷേ കേരളത്തിലെ പെണ്ണുങ്ങളെക്കാൾ മോശമാണ് പിണറായി വിജയന്റെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ കോൺഗ്രസ് പാർട്ടി എന്തുമാത്രം അപമാനിച്ചിരിക്കുന്നു. ഈ കോൺഗ്രസിലെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ എന്തുമാത്രം അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇന്ന് കോൺഗ്രസിന്റെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിലെ സ്ത്രീകള്, കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്ത്രീകള്, കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ ഇത്ര അപമാനകരമായ അവസ്ഥയിലുള്ളവരാണോ കേരളത്തിലെ സ്ത്രീകൾ? അങ്ങനെയാണോ കോൺഗ്രസിലെ അഭിപ്രായം? എങ്കിൽ നിങ്ങൾ പറയണം, കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ കൊള്ളരുതാത്തവരാണ്, കഴിവില്ലാത്തവരാണ്, അവരെ മുഴുവൻ വഹിക്കൊള്ളാത്തവരാണ്, അവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുമോ? KPCC വർക്കിംഗ് പ്രസിഡന്റ് പറയുന്നു കഴിവുകെട്ടവരാണ് കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകളെക്കാൾ മോശമാണ് പിണറായി വിജയന്റെ ഭരണമെന്ന് പറഞ്ഞാൽ എത്രയോ ഒരു തരം താഴ്ന്ന പ്രസ്താവന. അതേക്കുറിച്ചൊന്നും കോൺഗ്രസിൽ നിന്ന് മറുപടി പറഞ്ഞില്ലല്ലോ. അപ്പൊ കോൺഗ്രസ് പാർട്ടിയും ആ സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ വർക്കിംഗ് പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ നോൺ വർക്കിംഗ് പ്രസിഡന്റ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. അതുപോലെ അങ്ങോട്ട് ചോദിച്ച കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു UDFന്റെ യോഗത്തിലാണ്
കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയായ പി ജോസഫ് സാറ് ഒരു സീറ്റ് കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർ യാതൊരു ഗൗരവവും കാണുന്നില്ല. കാരണം ഇത് ആ പാർട്ടിക്കുള്ളിലെ വലിയ ആഭ്യന്തര കലഹമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ആ പാർട്ടിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ല, ആ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നവരായിരുന്നതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് കൃത്യം ഏതാണ്ട് ജ്യോത്സ്യന്മാർ പറയുന്നത് പോലെ നാളുകൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസ് ഉദ്ദേശിച്ചത് താങ്കൾ? കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ ഞങ്ങൾ അതിലുണ്ടായിരുന്നവരാണ്ട് പറയുക. എമ്മിന്റെ കാര്യത്തിൽ പിന്നെ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാം, ആ പാർട്ടി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 പാർട്ടിയായി മാറാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കേരള കോൺഗ്രസിന്റെ ചെയർമാനും വർക്കിംഗ് ചെയർമാനും ജീവിച്ചിരിക്കുമ്പോൾ ആ പിന്നെ മകൻ മാണി സാറിന്റെ മകനെ ജോസ് കെ മാണിയെ ഇതാ ചെങ്കോലും കിരീടവും നൽകുന്നതിന്റെ സൂചനയായി അദ്ദേഹത്തിന് പാർട്ടിയുടെ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്ന സൂചന നൽകിക്കൊണ്ട് ഉള്ള കേരള യാത്രയ്ക്കുള്ള ചെങ്കോല് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ ചെയർമാനാക്കാനുള്ള തീരുമാനം ശ്രീ കെ എം മാണി എടുത്തിരിക്കുന്നു. അതിനോട് പി ജെ സാർ ഉൾപ്പെടെയുള്ള ആളുകള് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് ആ ജാഥ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ഇവിടെ പി ജെ ജോസഫ് സാർ 30-ാം തീയതി ഇവിടെ തിരുവനന്തപുരത്ത് 2,000-3,000 പേര് ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ പേരിൽ ലോകസമാധാനവും മതസൗഹാർദ്ദവും എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ പേര് പോലും വെക്കാതെ അദ്ദേഹത്തോടൊപ്പമുള്ളവരെ അണിചേർത്തുകൊണ്ട് ഒരു ബദൽ നീക്കവുമായി തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളെന്ന് മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം ഗാന്ധി സ്റ്റഡി സെന്ററിന്റെ പേരിൽ കാർഷിക മേള നടത്തി. ഈ ജോസ് കെ മാണിയെ വിളിച്ചു. ജോസ് കെ മാണി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞു. മാണി സാർ പോകാമെന്ന് ഏറ്റു പോയില്ല. അപ്പൊ ആ പാർട്ടിയിലെ ഭിന്നത ഏതാണ്ട് പിന്നെ പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി എന്ന് പ്രഖ്യാപിക്കുന്നത് മാത്രമേ. അതായത് ജോസ് കെ മാണി ഇവിടെ എത്തുന്ന യാത്രയുമായി ഇവിടെ എത്തുമ്പോൾ തന്നെ ആ പാർട്ടിയുടെ തലമുതിർന്ന മറ്റൊരു നേതാവ് മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ആളെ സംഘടിപ്പിക്കുകയാണ് പി ജെ ജോസഫ്. ഒപ്പം ഇടുക്കിയിലേക്ക് സീറ്റ് ചോദിക്കുകയാണ്. അതിന്റെ അർത്ഥം അവിടെ ഭിന്നത ഉറപ്പായി കഴിഞ്ഞു. നിങ്ങൾ നിരീക്ഷിച്ചതുപോലെ പ്രവചിച്ചതുപോലെ അത് സാധ്യമാകാൻ പോവുകയാണ്. അതിന്റെ മറ്റൊരർത്ഥം ജനാധിപത്യ കേരള കോൺഗ്രസ് കൂടുതൽ വികസിക്കും എന്നതാണോ? അല്ല, തീർച്ചയായും കേൾക്കുന്നവർക്ക് സംശയം. അല്ല, സ്വാഭാവികമാണല്ലോ. അതിനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്തസ്സായിട്ട് മാന്യമായി ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഘടകകക്ഷിയാക്കി മാറ്റി. പലരും ഇവരൊക്കെ പറഞ്ഞിരുന്നത് മാണി ഗ്രൂപ്പൊക്കെ കൊട്ടിക്കൊഴിച്ചത് ആക്കിയില്ല. ശ്രീ കെ എം മാണിക്ക് കേരള കോൺഗ്രസ് എമ്മിന് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി കിടന്നത്. കെ എം മാണി വിചാരിച്ചിട്ട് ഇടതുപക്ഷ മുന്നണി ഘടകകക്ഷിയാകാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിക്ക് പ്രവേശനം കിട്ടുമെന്നാൽ കെ എം മാണി പരാജയപ്പെട്ടിടത്ത്, കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടിടത്ത് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി വിജയിച്ചിരിക്കുന്നതാണ്. അത് പറയുമ്പോൾ അവിടെ പി ജെ ജോസഫ് സാറും കൂടി വന്ന് കൂടുതൽ വലുതാകുമോ? അതാണോ ഈ പിളർപ്പിലെ നിങ്ങൾ നിരീക്ഷിക്കുന്നത് അന്ന് എന്നൊരു പ്രേക്ഷകന് സംശയം തോന്നിയാൽ? അല്ല, ആ സംശയത്തിനൊന്നും ഞാൻ അസ്ഥാനത്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് വരുംകാലം കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചില ധ്രുവീകരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ UDF-നകത്ത് ഉണ്ടായിരുന്ന പ്രശ്നം ലോക്സഭാ സീറ്റിന്റെ ആവശ്യം ഉന്നയിച്ചതൊന്നും തന്നെ അതിന്റെ പേരിലൊന്നും ഒരു പിളർപ്പോ അതിന്റെ പേരിൽ ഇറങ്ങിപ്പോക്കോ ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ആ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കലഹം, ആ പാർട്ടിയുടെ ഭിന്നിപ്പ്, ആ പാർട്ടിയുടെ പിളർപ്പിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഏതായാലും ഒരു കാര്യം അടിവരയിട്ട് പറയാം, പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോൾ പാർട്ടിയുടെ ചെയർമാനായി ശ്രീ ജോസ് കെ മാണിയെ അവരോധിക്കുന്നവരുടെ ആ പാർട്ടിയിലെ പിളർപ്പ് പൂർത്തിയാകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 2 നേതാക്കന്മാരുടെയും പാർട്ടി ഒറ്റ പാർട്ടി ആയിരിക്കില്ല. അവരെവിടെ നിൽക്കുമെന്നുള്ള ഇപ്പൊ ഞാൻ ഒരു പ്രവചനം നടത്തുന്നില്ല. പക്ഷേ ആ പാർട്ടിയുടെ ശിഥിലീകരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വലിയ ശക്തി വരുന്നു. മാത്രമല്ല, ഇവിടെ മക്കൾ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾ ആ പാർട്ടിയിലെ കുടുംബവാഴ്ച ചേർത്തുകൊണ്ട് വന്നത് പറഞ്ഞത് എത്രയോ ശരിയായിരുന്നു. ഞാൻ നിങ്ങളുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ലോക്സഭ MP 1 വർഷം കാലാവധി ഉള്ളപ്പോൾ രാജിവെച്ച് ആ പാർട്ടി കിട്ടിയ ഒരേ ഒരു രാജ്യസഭാ സ്ഥാനത്തേക്ക് സീറ്റ് വാങ്ങിയ ചരിത്രമുണ്ടോ? എല്ലാം ഞാൻ മാത്രം മതി. ഞാൻ മാത്രം ഒരു MP സ്ഥാനം പാർലമെന്റിലേക്ക് കിട്ടിയപ്പോൾ മകൻ മത്സരിച്ചു.
രാജ്യസഭാ സീറ്റ് ആ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വന്നപ്പോൾ അത് മറ്റൊരാൾക്ക് പോലും കൊടുക്കാതെ താൻ തന്നെ മത്സരിച്ചു. അപ്പൊ ഇങ്ങനെ ചക്രവർത്തി പദം പോലെ ഇങ്ങനെ കുടുംബം ഇപ്പോൾ കോട്ടയത്ത് പേര് ഒന്നുമില്ലെങ്കിലും മത്സരിച്ചാലും ഇല്ലെങ്കിലും കേൾക്കുന്ന പേര് ജോസ് കെ മാണിയുടെ ഭാര്യയുടെ പേരാണല്ലോ. അപ്പോ അപ്പനായി, മകനായി, മരുമകളായി, ഇനിയിപ്പോ കൊച്ചുമോനെ പിടിച്ച് അടുത്തൊരു പ്രായപൂർത്തിയായില്ല, അപ്പൊ പാലായിൽ മത്സരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ മക്കൾ രാഷ്ട്രീയം, ഞാൻ മക്കൾ രാഷ്ട്രീയം തീർച്ചയായും ശ്രീ അരുൺ രാജ്, അതായത് മക്കൾ രാഷ്ട്രീയം നോക്കൂ. എംടെക്കിൽ സാങ്കേതിക വിദ്യയുള്ള മിടുക്കരായ ഒട്ടേറെ പേരുണ്ട്. പക്ഷേ ആന്റണിയുടെ മകൻ എത്തുകയാണ്. ഒപ്പം പല നേതാക്കന്മാരുടെയും മക്കൾ പിന്നാമ്പുറത്ത് കയറിക്കഴിഞ്ഞു പല വിധത്തിലും. പേരെടുത്ത് ഞാൻ പറയുന്നില്ല. മകൾ, ചില മരിച്ചുപോയ ചില നേതാക്കന്മാരുടെ മകൾ ആർത്ഥത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് മക്കൾ പ്രവേശിക്കുകയാണ്. ഇങ്ങനെ മകനെന്നോ മകളെന്നോ മരുമകളെന്നോ ഇല്ലാതെ ഘടകകക്ഷികളും പ്രധാന കക്ഷിയായ കോൺഗ്രസും മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കേന്ദ്രത്തിലെ പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ട കാര്യം അത് വേറൊരു പരിപ്രേക്ഷ്യത്തിലായതുകൊണ്ട് അത് വിടാം. പക്ഷേ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ശക്തമായ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ എതിർക്കണം എന്ന് നിങ്ങൾ പുറത്തു പറയുന്ന അജണ്ട പ്രാവർത്തികമാകുമോ? ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയായി കടന്നു വന്നതും കേരളത്തിൽ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ ഞങ്ങൾ ഉയർത്തുന്ന പോരാട്ടവും രണ്ടായിട്ട് കാണേണ്ടുന്ന വസ്തുതകളാണ്. കാരണം 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ 15 വർഷമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു ശ്രീമതി പ്രിയങ്ക ഗാന്ധി. 2009 കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 21 സീറ്റുകൾ നേടാൻ കഴിഞ്ഞതിൽ പ്രിയങ്ക ഗാന്ധിയുടെ പങ്ക് വളരെ വലുതാണ് എന്ന് ഇന്ത്യയിലെ ഓരോ കോൺഗ്രസ്സുകാരനും വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 10 വർഷമായി പ്രിയങ്ക ഗാന്ധിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള നിരന്തരമായ ആവശ്യം കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചു വരികയായിരുന്നു. എന്നാൽ സ്ഥാനം ഏറ്റെടുക്കുവാൻ സമയമായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നാൾ പ്രിയങ്ക ഗാന്ധി നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി അധികാരത്തിലേക്ക് കടന്നു വരേണ്ടത് ഇന്ത്യയുടെ മതേതരത്വം നിലനിർത്താൻ ഏറ്റവും ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും, അതിൽ ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റുകൾ കോൺഗ്രസ് നേടുക എന്നുള്ളതാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം പ്രിയങ്ക ഗാന്ധിയെ നേതൃനിരയിലേക്ക് കൊണ്ടുവന്നതും അതിന്റെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ നേതൃസ്ഥാനം ഏറ്റെടുക്കുവാൻ തയ്യാറായതും. മറുഭാഗത്ത് കേരളത്തിലെ നേതാക്കന്മാരുടെ മക്കൾ, 100 കണക്കിന് തെരുവിൽ അടികൊണ്ട കേസുകളിൽ പ്രതിയായ കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരായിരുന്ന, മണ്ഡലം തലം മുതൽ സംസ്ഥാന തലം വരെ ഭാരവാഹികളായിരുന്ന 100 കണക്കിന് ചെറുപ്പക്കാർ ഒരു പദവിയും കിട്ടാതെ ഈ പാർട്ടിയുടെ പിന്നാമ്പുറത്ത് നിൽക്കുമ്പോൾ അവരുടെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ നേതാക്കന്മാരുടെ മക്കളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ചിലരെയൊക്കെ അടിച്ചേൽപ്പിക്കുവാൻ, അവരോധിക്കുവാനുള്ള ശ്രമങ്ങളെയാണ് ഞങ്ങൾ എതിർത്തു പോകുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. KSUവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള മക്കൾ, രാഷ്ട്രീയ രംഗത്തേക്ക് മക്കൾ കടന്നു വരുന്നതിന് ഞങ്ങൾ എതിരല്ല. ഏതൊരു നേതാവിൻ്റെയും, അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാലും, അവരുടെയൊക്കെ മക്കൾക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയ രംഗത്ത് നേതൃനിരയിലേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉദാഹരണമായി ഞാൻ പറയാം, ശ്രീ ചാണ്ടി ഉമ്മൻ KSUവിലൂടെ KSU യൂണിറ്റ് തലത്തിൽ പ്രവർത്തിച്ച്, ഡൽഹിയിൽ NSU തലത്തിൽ പ്രവർത്തിച്ച്, കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നതാണ് ശ്രീ ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന്റെ വരവിനെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ താങ്കളിവിടെ സൂചിപ്പിച്ചു IT രംഗത്തെ വിദഗ്ധനായതുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത് എന്ന്. പക്ഷേ അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ യൂണിറ്റ് ഉണ്ടാക്കി, SFIയോടും ABVPയോടും ഒക്കെ പടപൊരുതി KSUവിന്റെ യൂണിറ്റ് ഉണ്ടാക്കി, MTechൽ റാങ്ക് ഹോൾഡറായ KSUവിന്റെ ജില്ലാ പ്രസിഡന്റും നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന TR രാജേഷിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ പാർട്ടിയിൽ, സോഷ്യൽ മീഡിയയിൽ പാർട്ടി സ്ഥാനം നൽകാത്തത് കൊണ്ട് സ്വന്തമായി സോഷ്യൽ മീഡിയയിൽ 3-4 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന TR രാജേഷിനെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാർ പുറത്ത് ഒരു പദവിയുമില്ലാതെ പുറത്തു നിൽക്കുമ്പോൾ നേതാവിന്റെ മകനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് അനിൽ ആന്റണിയെ പോലുള്ളവരെ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഈ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കടന്നു വന്നത് ഒരു സംശയവും വേണ്ട. ശ്രീ ആന്റണി രാജു ഇവിടെ സൂചിപ്പിച്ചു, പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവ് രാഹുൽ ഗാന്ധിയിൽ കോൺഗ്രസുകാർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്ന്. ഒരിക്കലുമല്ല. കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തി, രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തി, ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. രാഹുൽ ഗാന്ധിയുടെ സംഘടനാ പാഠവും രാഹുൽ ഗാന്ധിയുടെ നേതൃശേഷിയും കൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിന് മികച്ച നേട്ടം ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം.
ഇന്ത്യ മുഴുവനും തെരഞ്ഞെടുപ്പ് പ്രചരണം, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുവാൻ പോകുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ഉത്തർപ്രദേശിലെ പാർലമെന്റ് സീറ്റുകൾ ഏറ്റവും നിർണായകമാണ്. ആ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യമുയർത്തുവാൻ, ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകൾ സമാഹരിക്കുവാൻ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃപരമായ കഴിവ് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ട് തന്നെയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ AICC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിച്ചതും കഴിഞ്ഞ 10 വർഷമായി നിരന്തരമായി കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടും ആ പദവികൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ മാറി നിന്ന ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2004 പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വെച്ചു നീട്ടിയപ്പോൾ നിരസിച്ച സോണിയാഗാന്ധിയുടെ മകൾ 2009 രണ്ടാം UPA മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് സുഗമമായി നടന്നു കയറാമായിരുന്നിട്ടും സമയമായില്ല, എനിക്കിനിയും പഠിക്കുവാനുണ്ട്, സംഘടനാ പ്രവർത്തനം രാഹുൽ ഗാന്ധിയുടെ ശ്രീ അരുൺരാജ് ചെന്നിത്തലയുടെ മകൻ CN ബാലകൃഷ്ണന്റെ മകൾ, അല്ലെങ്കിൽ MI ഷാനവാസിന്റെ മകൾ, അല്ലെങ്കിൽ കാർത്തികേയന്റെ മകൻ, ഈ അർത്ഥത്തിൽ ആന്റണിയുടെ മകൻ, ഇവരൊക്കെ വരുന്നതിനെ നിങ്ങൾ എതിർക്കുന്നു. പക്ഷേ നെഹ്റു കുടുംബത്തിൽ പിറന്നവരായതുകൊണ്ടാണോ അവരുടെ മക്കൾ രാഷ്ട്രീയത്തെ? അതല്ലേ കൊമ്പൻ പോകുന്നത് മോഴയ്ക്ക് വഴി എന്നല്ലേ? അതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെയും വളരുന്നത്? ഒരിക്കലുമല്ല, നിങ്ങൾ യുക്തി എന്താണ്? ഒരിക്കലുമല്ല. ഞാനിവിടെ സൂചിപ്പിച്ചു, ശ്രീ ചാണ്ടി ഉമ്മന്റെ കടന്നുവരവിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ AK ആന്റണിയുടെ മകനായാലും CN ബാലകൃഷ്ണന്റെ മകളായാലും MI ഷാനവാസിന്റെ മകളായാലും KSUവിലോ യൂത്ത് കോൺഗ്രസിലോ പ്രവർത്തിച്ച് യാതൊരു പാരമ്പര്യവും ഇല്ലാത്തവരാണ്. 100 കണക്കിന് ചെറുപ്പക്കാർ, എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളായിരുന്നവർ, ജില്ലാ ഭാരവാഹികളായിരുന്നവർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളായിരുന്നവർ, 100 കണക്കിന് ചെറുപ്പക്കാർ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, ഒരു ജോലിക്ക് പോലും, നിരവധി കേസുകളിൽ പ്രതിയായതുകൊണ്ട് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാതെ വിഷമിക്കുന്ന അഭ്യസ്ത വിദ്യരായ 100 കണക്കിന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ ഈ പാർട്ടിയിൽ ഒരു പദവിയും കിട്ടാതെ കാത്തു നിൽക്കുമ്പോൾ നേതാക്കന്മാരുടെ മക്കളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് KSUവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച് പാരമ്പര്യമില്ലാത്ത ചില ആളുകൾ കടന്നു വരുന്നതിനെ എന്ത് വില കൊടുത്തും ഞങ്ങൾ എതിർക്കും. പ്രിയങ്ക ഗാന്ധി കടന്നു വന്നത്, കാരണം പ്രിയങ്ക ഗാന്ധി സുരക്ഷാപരമായ കാരണങ്ങളാൽ അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് വേണ്ടി പരമാവധി പ്രവർത്തനം നടത്തി. 2004 മുതൽ 2019 വരെ ഈ പാർട്ടിക്ക് വേണ്ടി, കാരണം ഞാനിത് സൂചിപ്പിക്കുവാൻ കാരണം തെരഞ്ഞെടുപ്പുകളിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം പാർട്ടി പ്രവർത്തകർ ഉണ്ടാക്കുന്ന ആവേശം മാത്രമല്ല, രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തർക്കമുണ്ടായപ്പോൾ പോലും ക്രിയാത്മകമായ ഇടപെടൽ പാർട്ടിക്ക് വേണ്ടി നടത്തുവാൻ പ്രിയങ്ക ഗാന്ധി വഹിച്ച നേതൃപരമായ കഴിവിനെ ദേശീയ മാധ്യമങ്ങൾ പോലും പുകഴ്ത്തിയതാണ്. അപ്പോൾ ആ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവ് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തും. അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ശ്രീമതി പ്രിയങ്ക. അജിത് ലോറൻസ്, അതായത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു ഉമ്മൻചാണ്ടിക്ക് കേരളത്തിലെ ഏത് സീറ്റും നൽകാനാകുമെന്ന്. അതായത് ഒരുപക്ഷെ അതിനെ മറ്റുള്ളവർ കാണുന്നത് പാക്ക് ചെയ്ത് കേന്ദ്രത്തിലേക്ക് അയക്കുക, ഇവിടെ ഞാൻ മത്സരിക്കാനില്ലെന്നും മുല്ലപ്പള്ളി പറയുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ ത്രട്ടുകൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഓരോ നേതാക്കന്മാരും നോക്കുന്നത്. അത് ചെന്നിത്തലയുടെ വകയ്ക്കാണെങ്കിലും മുല്ലപ്പള്ളിയുടെ വകയ്ക്കാണെങ്കിലും ഈ ഒരു ഘട്ടത്തിലാണ് PJ ജോസഫ് കൃത്യമായി ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയും. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പാക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ചില കരുത്തരായ നേതാക്കൾ അവിടേക്ക് വരരുത് എന്നതിന് വേണ്ടി ഇടുക്കിയിലെ സീറ്റിലെ ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കി മറ്റൊരു സാധ്യത PJ ജോസഫിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് തള്ളും, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തള്ളും. ഇതാണ് കോൺഗ്രസിന്റെ രീതി. രക്ഷപ്പെടുമോ? BJPക്കെതിരെ മത്സരിക്കാൻ നിൽക്കുക. അജിംഷാദ്, അതായത് കൃത്യമായിട്ട് അജിംഷാദ് നേരത്തെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് എന്ന് പറയുന്നു. അതേസമയം ഇവിടെ ശ്രീ ആന്റണി രാജു പറഞ്ഞു അവിടെ PJ ജോസഫ് മത്സരിക്കാൻ സന്നദ്ധത കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിനകത്ത് കാണേണ്ടത് കോൺഗ്രസ് പ്രസിഡന്റ്, ഇവിടുത്തെ KPCC പ്രസിഡന്റിന് ഉമ്മൻചാണ്ടിക്ക് എവിടെയെങ്കിലും മത്സരിപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഒന്ന്. അതിനകത്ത് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ പ്രതിപക്ഷ നേതാവിന് കൂടെ അതിന് സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെ ഉമ്മൻചാണ്ടി ഇടുക്കിയിലേക്ക് മത്സരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം PCCയുടെ ലെവലിൽ തീരുമാനിക്കുമ്പോൾ AK ആന്റണി കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ PJ ജോസഫിനെ നേരിട്ട് കണ്ടിരുന്നു, PJ ജോസഫിനെ വിളിപ്പിച്ചിരുന്നു, കണ്ടിരുന്നു. അദ്ദേഹത്തിന് ഇടുക്കിയിലേക്ക് മത്സരിക്കാൻ എന്താ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഉമ്മൻചാണ്ടിയുടെ കേന്ദ്രത്തിലേക്കുള്ള പോക്ക്, അങ്ങോട്ട് ചെന്ന് എത്തുന്നത് AK ആന്റണിക്ക് എന്തോ ഒരു ഭയമുണ്ട്. അല്ലെങ്കിൽ മുതിർന്ന നേതാവ് കേന്ദ്രത്തിൽ AK ആന്റണിയാണോ? AK ആന്റണി അല്ല, അദ്ദേഹമാണല്ലോ രണ്ടാമൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വർഷങ്ങളായിട്ട്. അപ്പോൾ AK ആന്റണിക്ക് ഉമ്മൻചാണ്ടിയുടെ അവിടുത്തെ സാന്നിധ്യം AK ആന്റണിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള സത്യം. രണ്ട്, ഉമ്മൻചാണ്ടിയെ ഇവിടെ നിലനിർത്തുക എന്ന് പറയുന്നത് KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനാണെങ്കിലും കേരളത്തിലെ പ്രദേശ് കോൺഗ്രസിലെ മൊത്തം നേതാക്കന്മാർക്കും ഉമ്മൻചാണ്ടി ത്രറ്റാണ്.
ഉമ്മൻചാണ്ടി എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും എല്ലായിടത്തും ത്രെറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പി ജെ ജോസഫ് ഇനി ഇടുക്കിയിൽ മത്സരിച്ചാൽ, നേരത്തെ ശ്രീ ആന്റണി രാജു പറഞ്ഞ പോലെ മത്സരിച്ചാൽ അദ്ദേഹം തീർച്ചയായിട്ടും മാണിയിൽ നിന്നൊരു എക്സിറ്റ് പ്രതീക്ഷിക്കുന്നു. അത് ജനാധിപത്യ കേരള കോൺഗ്രസ് വഴി LDF-ലേക്ക് വരുമെന്നൊക്കെയാണ് നമ്മുടെ കണക്കൂട്ടൽ. അത് തന്നെ ആയിരിക്കും മാർഗം. കാരണം തൊടുപുഴയിലേക്കെങ്കിൽ പി ജെ ജോസഫ് ഇടുക്കിയിൽ മത്സരിച്ചാൽ തൊടുപുഴയിലേക്ക് മകനെ മത്സരിപ്പിക്കാനാണ് ഉദ്ദേശം. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടുള്ള പി ജെ ജോസഫിൻ്റെ തിരുവനന്തപുരത്തും മറ്റുള്ളിടത്തൊക്കെയുള്ള യാത്രയിൽ മകൻ കൂടെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടാണോ എന്നറിയില്ല. പക്ഷേ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെ പാർലമെന്റിൽ മത്സരിക്കും എന്നുള്ളതുകൂടെ ഒരു പ്രശ്നമാണ്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മക്കൾ രാഷ്ട്രീയം, മാണി സാറിൻ്റെ മകൻ അവിടുന്ന് ജോസ് കെ മാണി യാത്ര തുടങ്ങുമ്പോൾ ഇവിടെ പി ജോസഫ് സാർ ഇവിടെ ഇപ്പോൾ ലോകത്തിൽ ഒരിടത്തും സമാധാനക്കേടൊന്നുമില്ല. അദ്ദേഹം ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നിലയിൽ ഇവിടെ ഒരു നിരാഹാരം കിടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് യാത്ര കഴിയുമ്പോൾ ശ്രീ ആന്റണി രാജു പറഞ്ഞ പോലെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടി ചെയർമാൻ ആകുമ്പോൾ അതിന് കീഴിൽ ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ പി ജോസഫിനെ പോലുള്ള മുതിർന്ന നേതാവിന് കഴിയില്ല എന്നുള്ളതിനാണ് സത്യം. ഇത് ശരിക്കും ഹെഡ് ചെയ്യുന്നത് ഒരു സ്പ്ലിറ്റിലേക്ക് തന്നെയാണ്. വീണ്ടും കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ആകും. അതിൻ്റെ കൂടെ മോൻസ് ജോസഫ് കൂടെ ഉണ്ടായേക്കും. അവർക്ക് LDF-ലേക്ക് വരാനുള്ള മാർഗം മിക്കവാറും തീർച്ചയായിട്ടും ഉറപ്പിക്കാം. അത് ആന്റണി രാജുവിനെ പോലുള്ളവർ തന്നെ ആയിരിക്കും അതിന് ഇടനിലക്കാരായിട്ട് നിൽക്കുക. ജനാധിപത്യ കേരള കോൺഗ്രസിലേക്ക് കൂടെ LDF-ലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഇനി ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കിയാൽ കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പും ഇതിനിടയ്ക്ക് കൊടി വെക്കുന്നുണ്ട്. ജേക്കബ് ഗ്രൂപ്പും ഒക്കെ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കിയാൽ കോൺഗ്രസ്, നമ്മൾ കർണാടക തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞിരുന്നു ജനതാദൾ എസിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോഴേക്കും ഇതേ സാക്രിഫൈസ് ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് അവലംബിക്കേണ്ടി വരില്ലേ എന്ന് പറഞ്ഞു. അവലംബിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. കാരണം ഇത്രയും ദുഷ്ടലാക്കോടി ഭരിക്കുന്ന BJP-യെ മാറ്റുക എന്നുള്ളത് ഇന്ത്യയിലെ മൊത്തം ജനത്തിൻ്റെ വികാരമാണ്. ആ രീതിയിലേക്ക് പോയതിൻ്റെ ഒരു സാഹചര്യം തന്നെയാണ് കർണാടകത്തിൽ അത് കൊടുത്തത്. രണ്ട്, കോൺഗ്രസ് ക്ഷയിച്ച് സംസ്ഥാനത്ത് ക്ഷയിച്ച് ഇല്ലാതെ വരികയും അവിടെയെല്ലാം പ്രാദേശിക കക്ഷികൾ മുന്നേറുകയും ചെയ്ത സാഹചര്യമാണ് RJD-യും SP-യും BSP-യും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ RJD-യും SP-യും BSP-യും ഇപ്പോൾ കോൺഗ്രസുമായിട്ട് സഖ്യമില്ലെന്ന് പറയുന്നത് അവർ ബാർഗൈനിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ അവർക്കെല്ലാം ആഗ്രഹമുണ്ട് BJP-യെ മാറ്റുക എന്നുള്ളത്. പക്ഷേ കോൺഗ്രസ് വരുമോ, ആരെയാണ് ഒരു പ്രധാനമന്ത്രിയായിട്ട് എടുത്ത് കാണിക്കാൻ ഇതുവരെ ഒരു സഖ്യകക്ഷികൾ, ഈ വിശാല സഖ്യത്തിലുള്ള ഒരു നേതാവും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. രണ്ട്, യഥാർത്ഥത്തിൽ 2004-ഉം 2009-ലുമുള്ള രാഹുൽ ഗാന്ധി അല്ല ഇപ്പോൾ. അദ്ദേഹം ഈ കഴിഞ്ഞ ഛത്തീസ്ഗഡും രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരിട്ടിറങ്ങി തന്നെ പ്രവർത്തിച്ചാണ്. കുറച്ച് ഗ്രഹപാഠമൊക്കെ ചെയ്ത് മോഡിക്ക് എതിരെയുള്ള ഏകകക്ഷി, മോഡിയും അല്ലെങ്കിൽ BJP-യും. പക്ഷേ ആ മെച്ചപ്പെടലൊക്കെ ഇത്തരം വീഴ്ചകൾ കൊണ്ട് ഇവരെക്കൊണ്ട് കളയുമല്ലോ. അതാണ് പ്രധാന പ്രശ്നം. ഒപ്പം ഈ യൂത്ത് കോൺഗ്രസ് ഒരു വലിയ വിഭാഗം ഇപ്പോഴും വിതുമ്പുകയാണ് അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അവരുടെ ന്യായമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്. ഈ കടൽ കിഴവന്മാർ ഇങ്ങനെ സീറ്റിൽ അപ്പിപ്പിടിച്ചിരിക്കുന്ന ഈ രീതിയിലേക്കാണ് ഒക്കെയാണ് ഇവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണം. അതിനൊക്കെ യുക്തിയുണ്ട്. അതിലേക്ക് കൂടി താങ്കളുടെ നിരീക്ഷണം സാധ്യമാക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത് ഇടവേള. തീർച്ചയായും. അതായത് ശ്രീ PS Slim, അതായത് ഇങ്ങനെയൊക്കെയാണ് നിരീക്ഷകർ പറയുന്നത്. എൻ്റെ അല്ല, ഈ പാനലിൽ ഉയർന്നു വന്നത് ഞാൻ മുമ്പോട്ട് വെക്കുകയാണ്. അതായത് ഈ മുരളിയെയും KC വേണുഗോപാലിനെയും ഒക്കെ ഒഴിവാക്കാൻ ചെന്നിത്തല നിൽക്കുന്നു. ഉമ്മൻചാണ്ടി ഈ ഭീഷണിയായിട്ടുള്ളവർ ഉമ്മൻചാണ്ടിയെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നിൽക്കുമ്പോൾ അവിടെ ആന്റണി ഉമ്മൻചാണ്ടിയെ അവിടെ എത്താതിരിക്കാൻ ഇവിടെ ഘടകകക്ഷികൾ വഴി നീക്കങ്ങൾ നടത്തുന്നു. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് പ്രേതം ഇപ്പോഴും വളരെ സങ്കുചിതമായ തലത്തിൽ കോൺഗ്രസ് നടക്കുകയാണ് എന്നാണ് നിരീക്ഷിക്കുന്നത്. അതെന്താണ് എന്ന് മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കളോട് ഞാനത് ചോദിക്കുന്നില്ല. അതിനുള്ള ഒരു ഔചിത്യം എനിക്കില്ലാത്തതുകൊണ്ട്, എങ്കിൽ പോലും ഔചിത്യമുള്ളതുകൊണ്ട്. അതായത് ഒപ്പം വേറൊരു കാര്യം, ഇവിടെ യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് വെച്ച ചില കാര്യമാണ്. പക്ഷെ അത് താങ്കൾ അഡ്രസ് ചെയ്യാതെ വയ്യ. കാരണം ഇങ്ങനെ നേതാക്കന്മാരുടെ മക്കൾ നൂലിൽ കെട്ടിയിറക്കുന്ന പരിപാടി നാം മുമ്പും കണ്ടതാണ്. തിരുത്തൽവാദം പിന്നീട് തിരുമുൽവാദമായി അവരൊക്കെ തന്നെ മക്കളെ അവതരിപ്പിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പുതുയുഗ തലമുറ യഥാർത്ഥത്തിൽ അവർ തിരസ്കരിക്കപ്പെടുകയാണ് ഈ മക്കളുടെ കെട്ടിയിറക്കൽ കൊണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ കോൺഗ്രസ് നേരിടേണ്ടി വരും കേരളത്തിൽ. അല്ല ജിംഷാദേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നവും കേരളത്തിലെ കോൺഗ്രസിലില്ല. ഇവിടെ ഈ ആന്റണി രാജുവും ഈ അഹമ്മദ് മാത്രം ജയിച്ച 2004-ലേക്ക് പോകുമെന്നാണ് ചിലർ അടക്കം പറയുന്നത്. ഇങ്ങനെ പോയാൽ ചർച്ചയിൽ മാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ
ഇല്ല അല്ല അജിംഷാദ് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. ഈ ഞാനിത് പറയാതിരുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു അനുഭവം കാത്തിരിക്കുന്നത് ഒരുപക്ഷെ CPM-നെ ആയിരിക്കും. നമ്മളെ ചർച്ചയുടെ ഒരു ഫോക്കസ് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ആന്റണി രാജുവും അജിത് ലോറൻസ് പറഞ്ഞെന്താണ്, ഇത് ഉമ്മൻചാണ്ടി ലോക്സഭയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ലോക്സഭയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിന് AK ആന്റണി, ഇതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഇവർക്കൊരു ചുക്കും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞല്ലോ, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഏത് സീറ്റിൽ നിന്നാലും ജയിക്കുന്ന സ്ഥാനാർത്ഥി അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഉമ്മൻചാണ്ടി പാർലമെന്റിലേക്ക് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം അല്ല. ഞാൻ നിങ്ങൾക്ക് അത് എന്ത് വ്യാഖ്യാനം കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെയും ഞാൻ എതിർക്കുന്നില്ല, ഞാനതാ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് അറിയില്ല. AK ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ ആത്മബന്ധത്തിന്റെ ഒരു ചെറിയ കണിക അറിയാൻ കഴിയുമായിരുന്നുവെങ്കിൽ അജിത് ലോറൻസോ ആനന്ദ് രാജുവോ അത്തരം ഒരു കമന്റ് ആന്റണി രാജുവിന് ചില സംശയം ഒന്ന് തീർക്കൂ. ഒരു ബേസിക് വിഷയം എന്താ? ബഹുമാനപ്പെട്ട സലീമിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ശ്രീ സലീമിന്റെ അടുത്ത സുഹൃത്താണ് കേട്ടോ, അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുമായി നല്ല ബന്ധമുള്ള ആളാണ്. ഈ ചർച്ചയിൽ ഞാൻ സലീമിനോട് ചോദിക്കുന്നു, ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഉമ്മൻചാണ്ടി ഒരു കാരണവശാൽ മത്സരിക്കുകയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് അങ്ങേക്ക് ഇവിടെ പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നു, ഒന്ന് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകര് അത്തരം ഒരു പ്രവചനങ്ങളോ ഒരു കമ്മിറ്റ്മെന്റ്സോ നടത്തി ശരിയല്ല. ആനന്ദ് രാജു കേരളത്തിൽ സ്ഥാപക നേതാവ് ജനറൽ സെക്രട്ടറി അല്ലേ? ജനാധിപത്യ കേരള കോൺഗ്രസ് അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് ഞാൻ ചോദിച്ചു, ഫ്രാൻസിസ് ജോർജ് മത്സരിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ചർച്ച ചെയ്യപ്പെടുന്നു പാർലമെന്റിൽ ശ്രീ ഫ്രാൻസിസ് ജോർജിനോട് ശ്രീ ഫ്രാൻസിസ് ജോർജിനോട് ഇടതുപക്ഷ മുന്നണി മത്സരിക്കാൻ പറഞ്ഞാൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് മത്സരിക്കും. ശരി, ശ്രീ സലീം പറയൂ. ഇതാണോ മറുപടി? ഞാൻ പറഞ്ഞേ അങ്ങനെ പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ സാമുദായിക ജാതി സമവാക്യങ്ങൾ, ഭീഷണികൾ, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കേന്ദ്ര സ്വാധീനം, ഇതൊക്കെ കോൺഗ്രസിനെ കുറിച്ച് ചുക്കുമറിയാത്തവർ നിരീക്ഷിക്കുന്നതായിരിക്കാം. അതേ താങ്കൾക്ക് പറയാനാകൂ. താങ്കളുടെ പരിമിതി ഞാൻ അംഗീകരിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ KPCC-യിലുള്ള അംഗം പരിമിതിയല്ല. ശ്രീ സലീം നിൽക്കൂ. അതായത് KPCC-യുടെ ഭാഗമായുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലിരുന്ന ഈ അരുൺ രാജിനെ പോലെയുള്ള നേതാക്കൾ നിരവധിയാണ്. നാം ഇവിടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നാം നിരന്തരം കാണുന്നതാണ്, കേൾക്കുന്നതാണ്. അത്തരത്തിലുള്ള അവരുടെ പരിഭവങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ വിതുമ്പലുകൾ ഒക്കെ കോൺഗ്രസ് പരിഗണിക്കേണ്ടേ? ഇപ്പോഴും കടൽക്കിഴവന്മാർക്ക് രാജ്യസഭാ സീറ്റും അടക്കം മാറ്റിവെക്കുമ്പോൾ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയാണ് മക്കളെ കൂടി കെട്ടിയിറക്കുന്നത്. രാജവാഴ്ചയ്ക്ക് സമാനമാണെന്ന് ഇവർ വിതുമ്പുകയാണ്. തെരുവിൽ ഇവരാണ് അടികൊള്ളുന്നതെന്ന് ഇവർ പറയുകയാണ്. ഇതൊക്കെ അരാഷ്ട്രീയവാദികൾക്ക് പോലും തീയും ചൂട്ടുമാകുന്നതാണ്. ആ സമീപനത്തെയാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നത്. അജിംഷാദ് ഒട്ടും അതേക്കുറിച്ച് വിലപിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിൽ ഒരു സംശയവുമില്ല. ആ പരിഗണനകളിലൂടെ കടന്നു വന്ന നേതാക്കന്മാരാണ് വയലാർ രവിയും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു നേതൃനിര കേരളത്തിലെ വിദ്യാർത്ഥി യുവൻ രംഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഭാവന ചെയ്തതാണ്. പക്ഷെ അതില് അജിംഷാദ് ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, യൂത്ത് കോൺഗ്രസ് എന്നും പൊരുതി വന്നിട്ടുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിലെ ചെറുപ്പക്കാർ എല്ലാ കാലങ്ങളിൽ ഇത്തരം പോരാട്ടങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടാകാം. അതിന്റെ ശരിതെറ്റുകൾ
അതിന്റെ യോജിപ്പുകൾ വിയോജിപ്പുകളൊക്കെ ആ കാലഘട്ടത്തിൻ്റെത് മാത്രമാണ്. ഒരുപക്ഷെ 1971 AK ആന്റണി ഉമ്മൻചാണ്ടി സ്വീകരിച്ച ഒരു നിലപാട് അവർക്ക് 2019 സ്വീകരിക്കാൻ കഴിയുമോ? അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു കെമിസ്ട്രിയാണ്. ഞങ്ങളുടെ പാർട്ടിയിൽ ചെറുപ്പക്കാർ പോരാട്ടങ്ങൾ നടത്താറുണ്ട്. എന്തുകൊണ്ട് അതായത് ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം അല്ലെങ്കിൽ ആ തലമുറയ്ക്ക് ശേഷം കൃത്യമായി ടാലന്റ് ഹണ്ടിലൂടെ രാഹുൽ ഗാന്ധി മുമ്പോട്ട് വെച്ചതല്ലാതെ ഇവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത എത്ര യുവാക്കളുണ്ട്? അങ്ങനെയുള്ള വേദനയുള്ളപ്പോഴാണ് ഇങ്ങനെ മക്കൾ കൂടി ഇറങ്ങുന്നത്. അത് അനിൽ ആന്റണി ആയാലും കൊള്ളാം, ആരായാലും. എത്ര ഞാൻ ചോദിക്കട്ടെ, എത്ര ചെറുപ്പക്കാർ VT ബൽറാമിനെ പോലെ, ഷാഫി പറമ്പിനെ പോലെ, രാഹുൽ ഗാന്ധിയുടെ ടാലന്റ്, ഹൈബി ഈഡനെ പോലെ എത്ര ചെറുപ്പക്കാര് ഈ പാർട്ടിയുടെ നേതൃനിരയിൽ എല്ലാവരും ഇതൊക്കെ ടാലന്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ചില കാലഘട്ടങ്ങളിൽ സ്വീകരിക്കുന്ന ചില സംഘടനാപരമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് റീസൺ ഇവരൊക്കെ വന്നു എന്ന് നിങ്ങൾ പറയരുത്. കോൺഗ്രസിൽ അതിന് സ്പേസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വിയോജിക്കാനുള്ള സ്പേസ് ഉണ്ട്, അവർക്ക് പ്രതികരിക്കാനുള്ള സ്പേസ് ഉണ്ട്, അവർക്ക് പൊട്ടിത്തെറിക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ എല്ലാം ശരിയാണെന്ന് അവർക്ക് പോലും പിന്നീട് പറയാൻ കഴിയാത്ത ഒരു കാലത്തിന്റെ ഒരു അനുസ്യൂതമായ പ്രവാഹത്തിൽ ചിലപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ ശരിതെറ്റുകളിലേക്ക് തിരിഞ്ഞു നോക്കും. അത് ഇവർക്ക് മാത്രമല്ല, അത് പോയ തലമുറയില് ഇന്ന് നേതൃത്വത്തിൽ നിൽക്കുന്ന നേതാക്കന്മാര് മുൻകാലങ്ങളിൽ സ്വീകരിച്ച വിപ്ലവകരമായ പല തീരുമാനങ്ങളും അവരുടെ പ്രതികരണങ്ങളിലും ഒക്കെ ഈ ശരിയും തെറ്റുമുണ്ട്. അതൊക്കെ ഇത് പിന്നെ ആപേക്ഷികമാണ്. ഇപ്പൊ ഒരു കാലഘട്ടത്തിൽ സ്വീകരിച്ചൊരു നിലപാട് അത് വേറൊരു കാലഘട്ടത്തിൽ ശരിയാവണം. ഇപ്പൊ ഞാനൊരു കോൺട്രവേഴ്സ്യൽ മാറ്റിലേക്ക് പോകുന്നില്ല. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, അനിൽ ആന്റണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ടെക്നോളജി ഹെഡായി വന്നു എന്നുള്ളത് അത് AK ആന്റണിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൽ മത്സരിക്കാൻ വന്നതൊന്നും അല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആന്റണിയുടെ മകനല്ലായിരുന്നു എന്ന് വ്യക്തമായിരുന്നോ? അതാണ് TR രാജേഷിന്റെ കാര്യം പറഞ്ഞത്. ഉദാഹരണം വിയോജിപ്പുകളും തീർച്ചയായിട്ടും അല്ല. എത്രയോ ഞാൻ പറയും ഇല്ല ശരിയല്ലോ. എത്രയോ ചെറുപ്പക്കാർ KPCC IT സെല്ലുണ്ട്. അവർക്ക് നേതാക്കന്മാരുടെ മക്കളാണോ? അത് അനിൽ ആന്റണിയെ പോലെ ടാലന്റഡായ ഒരു യൂത്ത് അതാണ് ശ്രീ അരുൺരാജ്. അതായത് ഒറ്റപ്പെട്ട ഒരു സംഭവം, ഇങ്ങനെ ക്രൂഷ്യലായ ഒരു സാഹചര്യം നേരിടുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ എത്തുന്ന ചില കമന്റുകൾ നോക്കൂ. അതായത് ഈ ശബരിമല വിഷയത്തിന് ശേഷം ചെന്നിത്തലയ്ക്ക് മേൽ ആരോപിക്കപ്പെടുന്ന ഒട്ടനവധി ആരോപണങ്ങളുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതൊക്കെ കാണാം, ഓരോരുത്തർ പറയുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇത്തരത്തിൽ ഉള്ളിൽ നിന്ന് ഭീഷണി ഉയരുന്ന സാഹചര്യത്തിൽ ഒരുമിച്ച് നിന്ന് നേതാക്കന്മാരുടെ ഒന്നോ രണ്ടോ നേതാക്കന്മാരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ പേരിലൊക്കെ ഈ തരത്തിലൊരു അനാവശ്യ ആരോപണം എന്തിനാണ് എന്നതാണ്. അതായത് നിങ്ങളൊക്കെ ആ മോഹത്തിന്റെ പാതയിലേക്ക് പോകാൻ ഒരു കാരണം പാർട്ടിക്കെതിരെ ഉപയോഗിക്കുന്നത് എന്നതാണ് ശ്രീ സലീം പറഞ്ഞതിന്റെ മറ്റൊരു വാക്കം. ശ്രീ സലീം അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞങ്ങൾ ഈ ഉയർത്തുന്ന വാദങ്ങൾ കട്ടൺ റൈഡായി അക്കമിട്ട് നിരത്താം. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞു. അല്ല, അവരുടെ മോഹത്തിന്റെയും മോഹഭംഗത്തിന്റെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അവർക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും ശ്രീ അരുൺരാജ്, ഞങ്ങൾ ഈ ഉയർത്തുന്ന വാദങ്ങളും പോരാട്ടങ്ങളും ബഹുമാനായ ശ്രീ PA സലീമിനെ പോലെയുള്ള ഞങ്ങളുടെ മുൻഗാമികൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. കാരണം അദ്ദേഹമൊക്കെ MLA യോ MP യോ ഒക്കെ ആവേണ്ട സമയം കഴിഞ്ഞു. ഇതിനകത്ത് ആരും മാറി നിൽക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് അതൊന്നും അവന് കാരണം പരിണത പ്രജ്ഞനായ നേതാവാണ് അദ്ദേഹം. മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന നേതാവാണ്. അതുപോലുള്ള നൂറുകണക്കിന് ആളുകൾ ഞങ്ങളുടെ മുൻഗാമികൾ ഈ പാർട്ടിയിൽ പാർലമെന്റ് രംഗത്ത് ഒന്നും ആവാതെ മാറി നിൽക്കുകയാണ്. ശ്രീ സലീം ഇവിടെ സൂചിപ്പിച്ചു അനിൽ ആന്റണി ടെക്നോളജി ഹെഡായി രംഗപ്രവേശം ചെയ്തുവെന്ന്. അത് അത്രയ്ക്ക് നിസ്സാരവൽക്കരിച്ച് കാണേണ്ട ഒരു കാര്യമല്ല. കാരണം അനിൽ ആന്റണി രംഗപ്രവേശം ചെയ്തത് KPCCയുടെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ തലവനായിട്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. ശ്രീ ശശി തരൂരിനെ IT സെല്ലിന്റെ ചെയർമാനായി നിയോഗിച്ചപ്പോൾ വെറും ഒരു പത്രക്കുറിപ്പ് മാത്രം ഇറക്കിയ പാർട്ടി അനിൽ ആന്റണിയുടെ നിയമനം ഡൽഹിയിൽ KPCCയുടെ പ്രസിഡന്റ് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചാണ് അനൗൺസ് ചെയ്തത്. ഒരു ടെക്നോളജി ഹെഡായിട്ട്
പാർട്ടിയുടെ എന്തെങ്കിലും ടെക്നോളജി മാത്രം കൈകാര്യം ചെയ്യുവാനാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നതെങ്കിൽ ഇത്തരം ഒരു പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ടെക്നോളജി മീഡിയ ഹെഡ് രാഹുൽ ഗാന്ധി എറണാകുളത്ത് പങ്കെടുക്കുന്നത് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റുമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗത്തെ അഭിസംബോധന ചെയ്യാനാണ്. ആ പരിപാടിയുടെ സ്വാഗത സംഘം നടന്ന സമയത്ത് MLA മാർ പോലും താഴെ ഇരിക്കുമ്പോൾ ഈ ടെക്നോളജി ഹെഡ് ആ വേദിയിൽ മറ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളോടൊപ്പം ആ ടെക്നോളജി ഹെഡ് വേദിയിലിരുന്നത് അത് വെറും ഒരു ടെക്നോളജിയുടെ മാത്രം രംഗത്തെ ഒരു വിപ്ലവമായി മാത്രം കാണാനും ഞങ്ങൾക്ക് പറ്റില്ല. അതിനുള്ള ടെക്നോളജിയുടെ തലവനായതുകൊണ്ടല്ല, തലവന്റെ മകനായതുകൊണ്ട് തന്നെയാണ്, തലൈവരുടെ മകനായത്. അപ്പോൾ ഇത് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. അനിൽ ആന്റണി രാഷ്ട്രീയ രംഗപ്രവേശം തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഒരു അനിൽ ആന്റണിയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. അല്ല, അനിൽ ആന്റണിയുടെ മാത്രമല്ല, ഞാൻ ഡിസംബർ മാസം 15-ാം തീയതി ഡിസംബർ മാസം 15-ാം തീയതി KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി കൂടിയപ്പോൾ KPCC പ്രസിഡന്റിനും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾക്കും ഞാനൊരു കത്ത് നൽകുകയുണ്ടായി. അത് മാധ്യമങ്ങളിലടക്കം വന്നതാണ്. കാരണം നേതാക്കന്മാരുടെ മക്കളെ വയനാട് പാർലമെന്റ് സീറ്റിൽ ശ്രീ MI ഷാനവാസിന്റെ മകൾ സ്ഥാനാർത്ഥിയാകുവാൻ ശ്രമം നടത്തുന്നു, CN ബാലകൃഷ്ണന്റെ മകൾ KPCC ഭാരവാഹിയാവാൻ ശ്രമം നടത്തുന്നു. അപ്പോൾ മക്കളെയൊക്കെ KSUവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച് പാരമ്പര്യമില്ലാത്ത മക്കളെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് പരിഭവമില്ല. ഇതിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ KSUവിലൂടെ കടന്നു വന്നതാണ്, പരിഭവമില്ല. KSUവിലൂടെ കടന്നു വന്ന വേറെയും മക്കളുണ്ട്. ശ്രീ ഹൈബി ഈഡൻ ജോർജ് ഈഡന്റെ മകനാണ്. പക്ഷേ അദ്ദേഹം KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റായി, കോളേജ് യൂണിയൻ ചെയർമാനായി, ജില്ലാ KSUവിന്റെ പ്രസിഡന്റായി, KSU സംസ്ഥാന പ്രസിഡന്റായി, NSU പ്രസിഡന്റായൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ നിരവധി മക്കൾ KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു വന്ന നിരവധി മക്കളുണ്ട്. അവരുടെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. കാരണം നേതാക്കന്മാരുടെ മക്കൾ KSUവിൽ പ്രവർത്തിക്കണമെന്ന് KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ക്യാമ്പുകളിൽ നിരന്തരമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. പല നേതാക്കന്മാരുടെയും മക്കൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവരുണ്ട്. ചെന്നിത്തല അടക്കമുള്ളവരുടെ മക്കൾ ഇത്തരത്തിലേക്ക് രാഷ്ട്രീയ പ്രവേശനത്തിന് പരവതാനിയുമായി നിൽക്കുകയാണ് എന്നൊരു പരിഭവം യൂത്ത് കോൺഗ്രസിനുണ്ടോ? ഒരിക്കലുമില്ല. ശ്രീ രമേശ് ചെന്നിത്തലയുടെ മക്കൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതായിട്ട് യാതൊരു സൂചനയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പിന്നെ പ്രത്യേകിച്ചും ശ്രീ K മുരളീധരന്റെ രംഗപ്രവേശത്തിനെതിരെ തിരുത്തൽവാദവുമായി രംഗത്ത് ശ്രീ രമേശ് ചെന്നിത്തല ഒരു കാരണവശാലും മക്കളെ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിച്ച് പരിചയമില്ലാത്ത മക്കളെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരും എന്ന് ഞങ്ങൾ യാതൊരു കാരണവശാലും അതേ തിരുത്തൽവാദത്തിന്റെ ഭാഗമായിരുന്നു MI ഷാനവാസും കാർത്തികേയനും. പക്ഷെ അവർ അതൊരു പക്ഷേ സഹതാപ തരംഗത്തിന്റെ മറ്റൊരു വിധം നിങ്ങൾ ഉപയോഗിക്കുകയായിരിക്കും. അല്ലെങ്കിൽ കാർത്തികേയന്റെ മകൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, MLA ആയി. അന്ന് ഞങ്ങൾ ആരും എതിർത്തില്ല. പക്ഷേ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്രീ ശബരിനാഥനെ കൊണ്ടുവരുവാനുള്ള നീക്കം, കാരണം KSUവിലും യൂത്ത് കോൺഗ്രസിലും ശബരിനാഥ് പ്രവർത്തിച്ചിട്ടില്ല, ആ ശബരിനാഥനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനൊരു നീക്കം നടക്കുന്നുണ്ട്. അതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയില്ല. ശരി, മൂർച്ചയുണ്ട് വാക്കുകൾക്ക്. തീർച്ചയായും ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. തീർച്ചയായും ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ അജിത് ലോറൻസ്, ഈ വിധത്തിലുള്ള പരിഭവങ്ങളുമായി കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള പക്വത നേടിയിട്ടുണ്ടോ? ഇത്തരത്തിൽ ആന്തരിക വൈരുദ്ധ്യത്തിൽ എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിക്കാനാകുന്നത്? അതിന്റെ അക്കമിട്ടുള്ള നിരത്തിയ കാരണങ്ങളാണ് യുവാക്കളുടെ വേദനകളാണ്, അധ്വാനിക്കുന്നവരുടെ, പാർട്ടിക്ക് വേണ്ടി അധ്വാനിക്കുന്നവരുടെ വേദനകളാണ് ശ്രീ അരുൺ രാജ് മുമ്പോട്ട് വെച്ചത്. അജിംഷാദ്, ഇതിനകത്ത് ഇപ്പോൾ തന്നെ കോൺഗ്രസ് ക്ഷയിച്ച് വെറും 372 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ക്ഷയിച്ച് 44 സീറ്റിലേക്ക് പാർലമെന്റിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഈ കേരളത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മാത്രമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ സത്യസന്ധമായി ശ്രദ്ധിക്കണം. ഇതൊക്കെ നാഷണൽ മീഡിയ ഉൾപ്പെടെ കവർ ചെയ്യുന്നൊരു സംഭവമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് BJPക്ക് വളമാകും. നേരത്തെ തീയും ചൂട്ടും ആകുന്ന രീതി BJPക്കായിട്ട് കരുതപ്പെടുന്നു എന്നുള്ളത് മനസ്സിൽ വെക്കണം. എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ അടിവെക്കുന്നു, ഞങ്ങൾ ആൾക്കൂട്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രാഷ്ട്രീയ സമയത്ത് വോട്ടിൻ്റെ സമയത്ത് ഞങ്ങൾ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ന്യായീകരണങ്ങളൊന്നും ഇപ്പം തർക്കിക്കേണ്ട ഒരു സാഹചര്യമല്ല. കാരണം രാജ്യം ഏറ്റവും വലിയ അപകടപരമായ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ പറഞ്ഞ മക്കൾ രാഷ്ട്രീയവും അതും ഇതുമൊക്കെ മാറ്റിവെച്ചിട്ട് ജയിക്കാൻ സാധ്യതയുള്ളവരെ വെച്ച് നിലനിർത്തി ജയിപ്പിക്കുക, കോൺഗ്രസ് സാക്രിഫൈസ്
അനുസരിച്ച് കോൺഗ്രസ് ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഘടകകക്ഷികൾക്ക് അങ്ങോട്ട് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർ കോൺഗ്രസ് ഘടകകക്ഷികളിൽ നിന്ന് ഇങ്ങോട്ടും കൂടെ സീറ്റ് മേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനസ്സ് തുറക്കുക. ആ ഒരു രീതിയിലേക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ല. കാരണം ഇപ്പം SP-യും BSP-യും RJD-യും ഒക്കെ മാറി നിൽക്കുകയാണ്. അവിടെ ഇവിടെ അങ്ങനല്ല. ശ്രീ ആന്റണി രാജിലേക്ക് അത് പറയുന്ന അതിനോട് ഒന്ന് പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ഇടുക്കിയിൽ PJ ജോസഫിന്റെ ആഗ്രഹം സാധ്യമാകാതെ അവിടെ ഉമ്മൻചാണ്ടി തന്നെ മത്സരിക്കുകയാണ് എങ്കിൽ പിന്നീടുള്ള കേരള കോൺഗ്രസ് MLA നീക്കം, ഒപ്പം ലീഗ് ഒരു സീറ്റ് കൂടി ചോദിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസും ഒരു സീറ്റും കൂടി ചോദിച്ചിട്ടുണ്ട്. ആ സീറ്റ് ആർക്കാണ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനുള്ള പിന്നിൽ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ അംഗക്കളം മുറുകുമ്പോൾ UDF-ന്റെ നീക്കങ്ങളെ താങ്കൾ നിരീക്ഷിക്കുന്നത്? കാരണം UDF-നകത്ത് ഒരു വസ്തുത അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. കഴിഞ്ഞ കുറെ നാളത്തെ സംഭവ വികാസങ്ങൾ കാരണം കോൺഗ്രസിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒരുപാട് ഒലിച്ച് പലയിടത്തേക്കായിട്ട് പോയിട്ടുള്ളത് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അത് തടുത്തു നിർത്താൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയില്ല, ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പൊ ഈ സീറ്റ് ചോദ്യമൊക്കെ തന്നെ ശ്രീ KM മാണിയുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കലഹമാണ് ഈ രണ്ടാമത്തെ സീറ്റ് ചോദിക്കാനുള്ള PJ ജോസഫ് സാറിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അദ്ദേഹം ഇപ്പോൾ മറ്റൊരു നീക്കമാണ്. അതെ, അത് അടുത്ത പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കാനുള്ള ഒരു ആരംഭമായിട്ടാണ് ആ സീറ്റ് ഇന്നത് മനസ്സിലാക്കണം. ജോസ് കെ മാണി ആ സമ്മേളനത്തിലുണ്ടായിരുന്നു, ആ കമ്മിറ്റിയിൽ, UDF കമ്മിറ്റിയിൽ. ജോസ് കെ മാണി വാ തുറന്ന് സീറ്റ് ചോദിച്ചിട്ടില്ല. KM മാണി പരസ്യമായിട്ട് ഇന്ന് വരെ രണ്ടാമത്തെ സീറ്റിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ PJ ജോസഫ് സാറിന്റെ നീക്കം എന്ന് പറയുന്നത് മുന്നണിയിൽ നിന്ന് സീറ്റ് വാങ്ങിച്ച് മത്സരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ധ്രുവീകരണത്തിന് ശക്തി പകരാൻ, അതിന് ആക്കം കൂട്ടാൻ, അതിന്റെ പേരിൽ ഒരു വിലപേശൽ നടത്താൻ, നാളെ മാണിയുമായിട്ട് തെറ്റിയാൽ UDF-നകത്ത് സ്പേസ് കണ്ടെത്താൻ ഒരുപക്ഷെ ഈ സീറ്റ് ബാർഗെയിനിങ് കൂടെ അദ്ദേഹം ഉപയോഗിക്കും. അതും UDF-നെയാണല്ലോ ബാധിക്കുക. അതെ, UDF-നെ ബാധിക്കും, ബാധിക്കും. UDF-നെ എത്ര ബാധിക്കുന്നു എന്നുള്ളതൊന്നും കേരള കോൺഗ്രസ് എമ്മിനൊന്നും ഒരു വിഷയമല്ല. അവരെ സംബന്ധിച്ചുള്ള അവരുടെ എക്സിസ്റ്റൻസ്. അപ്പൊ അതിനുവേണ്ടി മാണി ഗ്രൂപ്പിനകത്തുള്ള കലാപം ഉയർത്തി, അതിന്റെ പേരിൽ വിലപേശി, ഈ പാർലമെന്റ് സീറ്റ് ചോദിച്ച് അത് വേറൊരു തരത്തിലേക്ക് കൊണ്ടെത്തിച്ച് മുന്നണിക്കകത്ത് തന്നെ ഒരു സെപ്പറേറ്റ് ഘടകകക്ഷിയാകാനുള്ള ഒരു ബാർഗെയിനിങ് വഴി ഇതുവഴി PJ ജോസഫ് സാർ ശ്രമിക്കും. അതിന് ശ്രമിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. പിന്നീട് പറഞ്ഞില്ല, ഇവിടെ കോൺഗ്രസിന്റെ കാര്യം കർണാടകയിലെ അവസ്ഥ എന്താ? കർണാടകയില് ഓപ്പറേഷൻ താമര എന്ന് പറഞ്ഞുകൊണ്ട് MLA-മാരെല്ലാം കൊണ്ട് റിസോർട്ടിലേക്ക് പോയി. കോൺഗ്രസ്സുകാര് ഓപ്പറേഷൻ കൈപ്പറ്റിക്കൊണ്ട് ഇപ്പുറത്തെ റിസോർട്ടിൽ താമസിച്ച് വെള്ളം അടിച്ച് ബിയർ ഊപ്പി അടിച്ച് പൊട്ടി തല പൊട്ടിച്ച് അല്ല. ഞാൻ അതിന്റെ അർത്ഥം എന്താ? കോൺഗ്രസ്സുകാരന് ജയിച്ചാലും BJP ജയിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് ഒരു മടിയുമില്ലാത്തവരാണ്. ഏറ്റവും ഒടുവിൽ വലിയ വീരവാദം BJP-ക്കെതിരെ മുഴക്കിയാണ് ഇവിടെ കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചത്. പക്ഷെ അതേ MP-മാരെ ഇപ്പോ കോൺഗ്രസിനകത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം കോൺഗ്രസിന് പോലുമില്ല. BJP-യിലോട്ട് എപ്പോഴും അങ്ങനെയുള്ള കോൺഗ്രസുകാരെ എങ്ങനെയാണ് കേരള ജനത വിശ്വസിച്ച് വോട്ട് ജയിപ്പിക്കുക? നാളെ വരെ എങ്ങോട്ട് പോകുന്നതിനെ ഒരു പിടിയില്ലല്ലോ. തീർച്ചയായും ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഈ ചർച്ചയെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് ചർച്ചയെ ക്രോഡീകരിച്ച്